സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഉണ്ട്. അതിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലും ആകുന്നു. ഏകദേശം 40 ഗ്രന്ഥകർത്താക്കൾ 1006 വർഷങ്ങളുടെ കാലയളവിൽ 3 വ്യത്യസ്തമായ ഭാഷകളിലായി ബൈബിൾ എഴുതുവാനിടയായി. അവർ പരസ്പരം കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതുകൊണ്ട് അവർ എഴുതിയ വിഷയങ്ങളെല്ലാം തന്നെ ഒരേ വിഷയത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. അതിൽ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നു. എഴുതപ്പെട്ടതായ ലേഖനങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഇവയിലെല്ലാം തെറ്റുണ്ടായേക്കാം. എന്നാൽ ദൈവവചനത്തിൽ ഒരു മാറ്റവുമില്ലാത്തതുകൊണ്ട് നാം ഒരു ദർശനം കണ്ടാൽ, ഒരു സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ നാം ഒരു ഉപദേശം കേട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നതിന് നീ ബൈബിൾ മനസ്സിലാക്കിയിരിക്കണം. ബെരോവയിലെ സഭയിലുള്ള ആളുകൾ പൗലോസും ശീലാസും പ്രസംഗിച്ചതിനു ശേഷം അവർ പറഞ്ഞതായ പ്രസംഗങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് അവർ പരിശോധിച്ച് നോക്കുമായിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് എത്രയോ ഉപദേശകന്മാർ ഇറങ്ങി വരുന്നുണ്ട്. ദുരുപദേശം പറയുന്ന ആളുകളുണ്ട്. അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ വരുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് എല്ലാ ക്രിസ്ത്യാനികളും ബൈബിൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിനും നിനക്കും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഉപദേശകന്മാരിലോ ദൈവദാസന്മാരിലോ ആശ്രയിക്കരുത്. യേശു കർത്താവിൻ്റെ മേൽ ആശ്രയിക്കുക. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ വിളിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അതിൽ കൂടുതലായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അത് ശീലമാക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കും. നിങ്ങൾക്കവൻ മറുപടി നൽകും. ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യസ്ഥൻ ഒരുവനേയുള്ളൂ. അവനാകുന്നു യേശുക്രിസ്തുവാകുന്നതായ നരൻ. ദാനിയേലിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബെൽഷസർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് ഒരുക്കി. അവർ കാൺകെ വീഞ്ഞ് കുടിച്ചു. ബെൽഷസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന് വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പു അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. മതി. ഇവിടെ ഒരു രാജാവിനെ കാണാം. രാജാവിൻ്റെ പേര് ബെൽഷസർ എന്നാണ്. ഇയാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതായ സമയത്ത് രാജാവായതിൻ്റെ സന്തോഷത്തിൽ ഒരു വലിയ വിരുന്ന് സംഘടിപ്പിക്കുകയാണ്. ഒരു വലിയ വിരുന്നൊരുക്കുവാൻ ഇടയായി. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാകട്ടെ അവനുള്ള അധികാരികളും അവൻ്റെ ഭാര്യമാരും അതുപോലെ വെപ്പാട്ടികളും. അങ്ങനെയുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇവൻ വീഞ്ഞു കുടിക്കുകയാണ്. ദൈവം ചെയ്തതായ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചതായ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരമായിട്ട് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നതായ സമയത്ത് തിന്നും കുടിച്ചും ആഡംബരങ്ങൾ കാണിക്കാറുമുണ്ട്. നിനക്ക് സമൃദ്ധി ഉണ്ടായിരിക്കുമ്പോൾ, നിനക്ക് ആരോഗ്യമുണ്ടായിരിക്കുമ്പോൾ, നിന്റെ ആവശ്യങ്ങളെല്ലാം നടക്കുന്ന സമയം, നീ നന്മ പ്രാപിക്കുന്ന സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഓപ്പറേഷനൊക്കെ ചെയ്ത് 2 ലക്ഷം രൂപ ചിലവായി മരിക്കാതെ രക്ഷപ്പെട്ടതായ സമയത്ത്, ദൈവദാസ, ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വയ്ക്കണം. എന്തിനാണ്?
ജീവൻ രക്ഷപ്പെടാനിടയായി. മരണകരമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇടയായി. അതുകൊണ്ട് സ്തോത്ര പ്രാർത്ഥന വയ്ക്കണം. ആക്സിഡന്റ് ആയിട്ട് കാലൊടിഞ്ഞു പോയി കൃത്രിമക്കാൽ വെച്ചതിന് ശേഷം സ്തുതി പ്രാർത്ഥന വയ്ക്കും. മകന്റെ വിവാഹം നടന്നാൽ ചിലർ സ്തോത്ര പ്രാർത്ഥന വയ്ക്കും. എന്നാൽ എത്ര ആളുകൾ, ദേവദാസ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു തലവേദന പോലും എനിക്ക് ഉണ്ടായിട്ടില്ല, ഒരു ഗുളിക പോലും ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു, ദൈവം നല്ല ആരോഗ്യം എനിക്ക് നൽകാനിടയായി, അതിനുവേണ്ടി സ്തോത്ര പ്രാർത്ഥന വയ്ക്കാം എന്നാരെങ്കിലും പറയാറുണ്ടോ? ഒരു ഓപ്പറേഷൻ പോലും എൻ്റെ ശരീരത്തിൽ ചെയ്തിട്ടില്ല, എൻ്റെ ശരീരത്തിന് ദൈവം നല്ല ആരോഗ്യം നൽകാനിടയായി, എനിക്ക് ഇത്രയും ആരോഗ്യം നൽകിയ ദൈവത്തിന്, അവൻ്റെ കരുതലിന് നന്ദി സൂചകമായൊരു സ്തോത്ര പ്രാർത്ഥന വയ്ക്കുക എന്നാരെങ്കിലും പറയുമോ? കണ്ടില്ലേ, ദൈവത്തിലേക്ക് അടുക്കാത്തത് കൊണ്ട് ദൈവം നമ്മെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. നമ്മെ ഒരു രാജകുമാരനെ ആ കൊട്ടാരത്തിൽ വീട്ടുതടങ്കലിലാക്കാനിടയായി. അവിടെ നിന്ന് താഴേക്ക് നോക്കി ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് താഴെ ഒരു മനുഷ്യനെ കാണുവാനിടയായപ്പോൾ അയാളെ ഷെന്ന് വിളിച്ചപ്പോൾ അയാൾ കേൾക്കുന്നില്ല. രാജകുമാരന്റെ കയ്യിലൊരു സ്വർണ്ണ വാച്ചുണ്ട്. ആ വാച്ച് ഊരി താഴേക്കിടുവാൻ ഇടയായി. പെട്ടെന്ന് ആ മനുഷ്യൻ ആ വാച്ചെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് പരതി നോക്കുകയാണ്. മുകളിൽ രാജകുമാരൻ നിന്നിട്ട്, എടാ ഞാനാണ് തന്നത്, ഒരു നിമിഷം നീ മുകളിലേക്ക് നോക്കുമെന്ന് പറയുന്നു. ഇത് എവിടെ നിന്ന് ലഭിച്ചു, എവിടെ നിന്ന് വന്നുവെന്ന് മുകളിലേക്ക് നോക്കുന്നില്ല, വീണ്ടും അവിടെ പരതുകയാണ്. ഇത് എനിക്ക് കിട്ടിയത് നന്നായി എന്ന് വിചാരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് കിളിച്ചു വന്നതാണെന്നാണ് വിചാരിക്കുന്നത് എന്നും പറഞ്ഞ് ഭൂമിയിൽ തന്നെ പരതിക്കൊണ്ടേയിരിക്കുകയാണ്. മുകളിൽ നിന്ന് നോക്കിയിരുന്ന രാജകുമാരൻ മുഷിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ കയ്യിലിരുന്ന വാച്ചും ഊരിയിടുവാനിടയായി. അപ്പോൾ ആ മനുഷ്യൻ അതും എടുത്ത് പോക്കറ്റിലിട്ടു. ഇപ്പോഴെങ്കിലും മുകളിലേക്ക് നോക്കണ്ടേ, ഇപ്പോഴും താഴേക്ക് തന്നെ നോക്കുകയാണ്. മുകളിൽ നിന്ന് രാജകുമാരന് കോപം വന്നു. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, ആ കല്ലെടുത്തു. ആ കല്ലെടുത്തിട്ട് തലയ്ക്കിട്ടെറിയാനിടയായി. കല്ല് തല വീണപ്പോൾ തന്നെ അയ്യോ എന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കി. ദൈവമേ എന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കാനിടയായി. കഷ്ടതയുണ്ടാകാതെ ചിലർക്ക് ദൈവത്തെ ഓർമ്മയുണ്ടാകില്ല. ദുഃഖം വരാതെ ചിലർ ദൈവത്തെങ്കിലേക്ക് തിരിയില്ല. നഷ്ടം വരാതെ ദൈവത്തിന്റെ കാര്യം ഓർക്കില്ല. കണ്ടിട്ടില്ലേ, രോഗം വരാതെ ദൈവത്തെ ഓർക്കുകയില്ല, പ്രശ്നങ്ങൾ വരാതെ ദൈവത്തെ ഓർക്കുകയില്ല. അത് ശരിയായ രീതിയിലുള്ള ജീവിതമല്ല. നിന്റെ നല്ല സമയത്ത്, നിന്റെ ആരോഗ്യ സമയത്ത്, നീ ശുഭകരമായിരിക്കുമ്പോൾ, നീ ആനന്ദത്തോടെ ആയിരിക്കുമ്പോൾ, നിനക്ക് സമൃദ്ധി ഉണ്ടായിരിക്കുമ്പോൾ, നിനക്ക് സകലത്തെയും നൽകിയതായ ദൈവത്തെ നീ ഓർക്കണം. ഇവിടെ ബെൽഷസ്സറിന്റെ പിതാവായിരിക്കുന്ന നെബൂഖദ്നേസർ ദൈവത്തിനെതിരെ തിരിഞ്ഞിട്ട് അവസാനം പുല്ലു തിന്നേണ്ട ഒരു ഗതി വരാനിടയായി. അത് ബെൽഷസ്സർ കണ്ടതാണ്. സത്യദൈവം ആരാണെന്ന് അറിഞ്ഞവനാണ്. തന്റെ പിതാവ് ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവന് അറിയാം. ഇപ്പോൾ അവൻ രാജാവായി. എന്താണ് ചെയ്യേണ്ടത്? പിതാവിന്റെ ദൈവത്തെ ആരാധിക്കണം, ആ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. അത് ചെയ്യാതെ ഞാൻ രാജാവായിട്ട് മാറി, എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്കൊരു കുറവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്നേഹിതന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി വിരുന്നൊരുക്കുകയാണ്, മദ്യം കുടിക്കുകയാണ്. അതുകൂടാതെ ലഹരി പിടിച്ചിട്ട് ദൈവത്തിന്റെ ആലയത്തിലുണ്ടായിരുന്നതായ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് അതിലാണ് കുടിക്കുന്നത്. വിശുദ്ധമായ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കുന്ന ചില ആളുകളുണ്ട് ഈ കാലത്ത്. ദൈവത്തിന്റെ ആലയം അതൊരു ചെറിയ കുടിലാണെങ്കിലും, അതൊരു ചെറിയ മുറിയാണെങ്കിലും, അതൊരു ചെറിയ ഹാളാണെങ്കിലും, അതൊരു ഇടുങ്ങിയ ആലയമാണെങ്കിലും, അത് വിശാലമായ ഒരു ആലയമാണെങ്കിലും ഒരു കാര്യം മറക്കരുത്, ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. പരിശുദ്ധി. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുമ്പോൾ അത് വിശുദ്ധമായ ആലയമാണ്. പരിശുദ്ധാത്മാവായ ദൈവം സഞ്ചരിക്കുന്ന ഇടമാണ്. അത് വിശുദ്ധമായ സ്ഥലമാണ്. അവിടെ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ഇടമില്ല, അവിടെ ലോകത്തിന്റെ വ്യാപാരങ്ങൾക്ക് ഇടമില്ല. എന്നാൽ യേശുക്രിസ്തു ഒരു ദിവസം ആലയത്തിൽ ചെന്നിട്ട് പറഞ്ഞു, അയ്യോ, എന്റെ ആലയം സകല ജനങ്ങൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹമുണ്ട്, കാവൽ ഉണ്ട്. പിശാച് അവിടേക്ക് വരികയില്ല. എന്നാൽ കടന്നു വരും. എങ്ങനെയാണ്? നീ കാരണം. നീ തന്നെ കൂട്ടിക്കൊണ്ടുവരും. ആരെങ്കിലും ഒരാൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നിന്റെ പ്രവർത്തികൾ ജാഗ്രതയോടെ ആയിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്.
സത്യത്തിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടമല്ല, നിന്റെ ശരീരമാകുന്നു ദൈവാലയം. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു. എത്ര ആളുകൾക്ക് ഇതറിയാം? ദൈവത്തിന്റെ ആലയം നിന്റെ ശരീരമാകുന്നു. ഏതെങ്കിലും ഒരു മലയിലോ കെട്ടിടത്തിലോ പോയിട്ട് നമസ്കരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മക്കൾ എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി, ഒരുമിച്ച് കൂടി വരുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആലയം നമുക്ക് ആവശ്യമാണ്. ആ കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമാണ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ ആ ദൈവാലയത്തിൽ നിന്റെ ശരീരം ദൈവാലയമാകുന്നു എന്ന വിഷയം മറക്കരുത്. നിന്റെ ശരീരമാകുന്നു. ആരെങ്കിലും എൻ്റെ ആലയത്തെ നശിപ്പിച്ചാൽ ഞാൻ അവനെ നശിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് അനേകം ആളുകൾ അവരുടെ ശരീരങ്ങളെ ദൈവം കൊടുത്തതായ, അഴകുള്ളതായ, ആരോഗ്യമുള്ളതായ, അനുഗ്രഹീതമായ, ആശ്ചര്യകരമായ തങ്ങളുടെ ശരീരങ്ങളെ മദ്യപാനം കൊണ്ട് നശിപ്പിച്ചു കളയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് നശിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ പിതാവ് മരുന്ന് കുടിക്കാറുണ്ട് എന്ന്. ഞാൻ ചോദിക്കും, മരുന്ന് കുടിക്കുന്നത് നല്ലതാണല്ലോ, ഏത് മരുന്നാണ് കുടിക്കുന്നതെന്ന് ചോദിക്കും. മരുന്നെന്ന് പറയുമ്പോൾ എനിക്കെങ്ങനെ അറിയാം? മരുന്ന് കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഏത് ടോണിക്കാണെന്ന്. ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമായ ഏതെങ്കിലും ടോണിക്ക് കുടിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം വൈറ്റമിൻ ടോണിക്ക്, അങ്ങനെ ഏതെങ്കിലും ടോണിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറയുകയാണ് ചാരായമാണെന്ന്. ചാരായം എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് മരുന്നാകുന്നത്? എത്ര ആളുകൾക്ക് ചാരായത്തിന്റെ മണമറിയാം? കൈയുയർത്തിക്കൊള്ളൂ, കുഴപ്പമില്ല, ആരും ഒന്നും വിചാരിക്കുകയില്ല. എത്ര നല്ല ആളുകളാണ്, മദ്യത്തിന്റെ മണം പോലും നിങ്ങൾക്ക് അറിയുകയില്ലല്ലേ? അബ്ബാ, അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ, നല്ല മധുരമായിരിക്കുമല്ലേ, നല്ല ഗ്ലാസ്സിൽ നല്ലവണ്ണം വെട്ടിത്തിളങ്ങുന്നല്ലേ? എന്താണ്? എത്ര അസഹ്യമായിട്ടുള്ളതായ ഗന്ധമാണതിന്. ആ ദുർഗന്ധം വരുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയില്ല. പലപ്പോഴും എനിക്ക് ഛർദ്ദിൽ ഉണ്ടാകാനിടയാം. ചില സമയത്ത് മദ്യപാനികളുടെ അടുക്കൽ ചെന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. അവരെ കർത്താവിലേക്ക് നേടണമെന്നുണ്ടെങ്കിൽ ആ മണം എനിക്ക് ഇഷ്ടമല്ല എങ്കിലും അവരെ കർത്താവിലേക്ക് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ മദ്യപാനികളുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേകം മദ്യപാനികൾ കർത്താവിന് വേണ്ടി മാറിയിട്ടുമുണ്ട്. ബൈബിളുമായി ഇതുവഴി നടക്കുന്ന പല യുവാക്കളും, അതുപോലെ നമ്മുടെ കൊയറിൽ പാടുന്ന പല യൗവനക്കാരും ഒരു കാലത്ത് വലിയ മദ്യപാനത്തിന് അടിമകളായിരുന്നു. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, യേശുവിന് വേണ്ടി അവർ ജീവിക്കുവാൻ ആരംഭിച്ചതിന് ശേഷം അവർ ദുശീലങ്ങളിൽ നിന്ന് വിട്ടുമാറി. ഇപ്പോൾ അവർ ദൈവത്തിന് വേണ്ടി അവരുടെ ശരീരങ്ങളെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ അരുളപ്പാട് എന്താണെന്ന് വെച്ചാൽ, നീ എത്ര വലിയ ഭക്തനാണെങ്കിലും, എത്രമാത്രം നീ ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഒരുപാട് വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്രയോ കാലമായിട്ട് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, അവൻ എന്നെ അനുഗ്രഹിച്ചു, എന്റെ കാലുവേദന പോയി, തലവേദന പോയി, എന്റെ പനി മാറി, എനിക്ക് ദൈവം അത് നൽകി ഇത് നൽകിയെന്ന് സാക്ഷ്യം പറയുന്നത് ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായിട്ട് ദൈവത്തിനു നീ സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായ അവസരം തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അത് ചെയ്യാതെ ഞാൻ കേമനായിരിക്കുന്നു, എല്ലാവരും മോശക്കാരാണ്, ഞാൻ മാത്രമാണ് നീതിമാൻ, മറ്റുള്ളവനേക്കാൾ ഞാൻ മെച്ചമാണ്, അവരെക്കാൾ നല്ലവൻ ഞാനാണ് എന്ന് പരസ്പരം കമ്പയർ ചെയ്യുവാനിടയാകും. എന്നാൽ ദൈവം നോക്കുന്ന സമയത്ത്, നമ്മുടെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന സമയത്ത്, നമ്മുടെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന സമയത്ത് നമുക്കറിയുവാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം. പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധിപ്പിച്ചു നൽകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സഞ്ചാരം എവിടെയുണ്ടോ അവിടെ പശ്ചാത്താപമുണ്ടാകാനിടയാകും, ഹൃദയങ്ങളെ പരിശോധിക്കുവാനിടയാകും. ദാവീദ് പ്രാർത്ഥിക്കുവാനിടയായി, ദൈവമേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നിന്റെ നിത്യമാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് മുൻപാകെ ഭയത്തോടെ ഭക്തിയോടെ നമ്മുടെ രക്ഷയെ മുൻപോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയങ്ങളാക്കിയിട്ട് നമുക്ക് ആക്കണം. എല്ലാ ദിവസവും ഓരോ ക്ഷണവും നമ്മുടെ ശരീരത്തിൽ കർത്താവിന് ഇടം കൊടുത്തുകൊണ്ട് അവന്റെ ഹിതമനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. ഇങ്ങനെയുള്ള ജീവിതം നമുക്കെല്ലാവർക്കും കർത്താവ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ മധ്യയിൽ നീ ഉള്ളതിനായിട്ട് നന്ദി കരയറ്റുന്നു കർത്താവേ. നിന്റെ മക്കളെ ഈ മീറ്റിംഗിലേക്ക് കർത്താവ് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി കരയറ്റുന്നു കർത്താവേ. സ്തുതിക്കുകയാണ് ഞങ്ങളങ്ങേ. ഓരോരുത്തരുടെയും മനസ്സെങ്ങനെയാകുന്നുവെന്ന് അറിയുന്ന കർത്താവേ, ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അറിയുന്നതായ ദൈവമേ, ഞങ്ങളുടെ അന്തരംഗത്തിലെ സത്യത്തെ ആഗ്രഹിക്കുന്നതായ ദൈവമേ, നുറുക്കമുള്ളതായ ഹൃദയത്തെ നീ ഞങ്ങൾക്ക് നൽകണമേ. കപടതയില്ലാത്ത ഹൃദയം നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നതായ സമയത്ത് കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ.
കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, യേശുവേ, അവരുടെ പ്രാർത്ഥന കേട്ട് അവരോട് നീ ക്ഷമിക്കണമേ. ഒരുപാട് രീതിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോഴും, ഒരുപാട് രീതിയിൽ നിന്റെ നന്മകൾ ഞങ്ങൾക്ക് തന്നപ്പോഴും, പലപ്പോഴും നീ ചെയ്ത നന്മകളെ മറന്നുകൊണ്ട് നല്ല വീടുകളൊക്കെ പണിതിട്ട് ഞങ്ങൾ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ആയിരുന്ന സമയത്ത് നിന്നെ മറക്കുവാനിടയായി കർത്താവേ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കഷ്ടത, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരൊക്കെയാണോ നിന്നെ വിട്ടകന്നു ജീവിക്കുന്നത്, അവരെ നീ ആകർഷിക്കുമാറാകണമേ. ആരൊക്കെയാണോ നിന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ നീ ഇന്ന് ദർശിക്കുമാറാകണമേ. മദ്യപാനത്തിന്റെ ദുശീലത്തിന് അടിമയായി കിടക്കുന്ന അനേകം ആളുകളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഈ വചനം കേൾക്കുന്ന ഒരു മദ്യപാനി പോലും വീണ്ടും ആ മദ്യത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കാതെ വണ്ണം പുതിയ സ്വഭാവത്തെ അവർക്ക് നീ കൊടുക്കുമാറാകണമേ. അവരുടെ ഹൃദയദൃഷ്ടി നീ പ്രകാശിപ്പിക്കുമാറാകണമേ. കഠിന ഹൃദയങ്ങളെ മൃദുവാക്കി മാറ്റണമേ. ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നീ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പിരിഞ്ഞു പോകുന്നുവെങ്കിലും നിന്റെ ആത്മാവ് ഞങ്ങളെ പിന്തുടരുവാനായിട്ട് നീ സഹായിക്കുമാറാകണമേ. പുതുക്കം പ്രാപിച്ച ഹൃദയത്തോടുകൂടി, നന്ദി നിറഞ്ഞതായ ഹൃദയത്തോടുകൂടി, വിശുദ്ധമായ ഹൃദയത്തോടുകൂടി, പ്രാണൻ നൽകിയ കർത്താവിനെ സ്നേഹിക്കുന്നതായ ഹൃദയങ്ങളെ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹൃദയങ്ങളെ തുറന്നിരിക്കുന്ന എല്ലാവരോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.